ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണേ. ഒപ്പം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യം +1 പഠിച്ച റിലേഷൻ എന്താണ് എന്നുള്ള കുറച്ച് ടോപ്പിക്സ് നമുക്ക് റീഫ്രഷ് ചെയ്യാം. അപ്പോൾ എന്താണ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എ കണക്ഷൻ ബിറ്റ്വീൻ ദ എലമെൻറ്റ്സ് ഓഫ് 2 or more sets is a relation. The sets must be non-empty. അതായത് രണ്ടോ അതിലധികമോ സെറ്റ്സിലുള്ള എലമെൻറ്റ്സ് തമ്മിലുള്ള കണക്ഷനെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്. ആ സെറ്റ് എപ്പോഴും എന്തായിരിക്കണം? നോൺ എംപ്റ്റി ആയിരിക്കണം. അതായത് എപ്പോഴും ആ സെറ്റിൽ ഒന്നോ അതിലധികമോ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. ഉദാഹരണമായിട്ട് താഴെ രണ്ട് സെറ്റിൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. A = 2, 5, 7, 8, 10, 13. അതുപോലെ B = 1, 2, 3, 4, 5. അപ്പോൾ സപ്പോസ് ഈ രണ്ട് സെറ്റിലുള്ള എലിമെൻറ്റ്സ് തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. സോ അത്തരത്തിലുള്ള കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം റിലേഷൻ എന്തെന്ന് മനസ്സിലായി. ഇനി റിലേഷനെ ഏത് രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം എന്നാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം. അതുപോലെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് റോസ്റ്റർ ഫോം. അപ്പോൾ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെയാണ് നമ്മൾ റിലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? റിലേഷൻ R = x = 4y - 3. അതായത് ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. 4y - 3 ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് കൊടുക്കുന്നതിന് പകരം ഇക്വേഷൻ്റെ രൂപത്തിലാണ് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്നത്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് എ ആണ്. അതുപോലെ y എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് ബി. ക്ലിയർ ആയല്ലോ? അതുപോലെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് എന്താ? റോസ്റ്റർ ഫോം. സോ ഇതിൽ എന്താ ചെയ്യുന്നത്? ഓർഡേഡ് പെയർ ആയിട്ടാണ് റിലേഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് 5, 2, 10, 3, 13, 4. സോ ഈ ഫസ്റ്റ് മെത്തേഡിൽ എഴുതുന്നതും സെക്കൻഡ് മെത്തേഡിൽ എഴുതുന്നതും സെയിം ആൻസർ തന്നെയല്ലേ നമുക്ക് ലഭിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ 5, 2. അപ്പോൾ ഇവിടെ വൈയുടെ വാല്യൂ എന്താണ്? 2. അതുപോലെ എക്സിൻ്റെ വാല്യൂ എന്താ? 5. അപ്പോൾ 4y - 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ലഭിക്കുന്നത്? 4 × 2 - 3. ദാറ്റ് ഈസ് 4 × 2 എന്ന് പറയുമ്പോൾ 8. 8 - 3. 8 - 3 = 5. സോ ഈ ഒരു റോസ്റ്റർ ഫോമിൽ എഴുതുന്ന ആ ഒരു ഇക്വേഷൻ തന്നെയാണ്. റോസ്റ്റർ ഫോമിൽ എഴുതുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് ഓർഡേഡ് പെയർ ആയിട്ട് ആ റിലേഷൻ മാത്രം എഴുതുന്നതാണ് റോസ്റ്റർ ഫോം. അതേസമയം നമുക്ക് ലഭിക്കുന്ന എക്സിൻ്റെ വാല്യൂ ഇക്വേഷൻ്റെ രൂപത്തിൽ എഴുതുന്നതാണ് സെറ്റ് ബിൽഡർ ഫോം. സോ മനസ്സിലായാലോ? ഇനി നമുക്ക് റിലേഷനെ പിക്ചോറിയലായിട്ടും റെപ്രസെൻറ്റ് ചെയ്യും. അതെങ്ങനെയാണ്? അതായത് എ എന്ന് പറയുന്ന സെറ്റിൽ എലമെൻറ്റ്സ് എല്ലാം നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് എഴുതി 2, 5, 7, 8, 10, 3, 10, 13. ഇതാണ് എ എന്ന് പറയുന്ന സെറ്റിൽ എലമെൻറ്റ്സ്. അതുപോലെ ബി എന്ന് പറയുന്ന സെറ്റിൽ എലമെൻറ്റ്സ് നമ്മൾ എഴുതി 1, 2, 3, 4, 5. ഇതാണ് ബി എന്ന് പറയുന്ന സെറ്റ്. അതിനുശേഷം ഇവ തമ്മിലുള്ള റിലേഷൻ ആരോ മാർക്ക് ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും റിലേഷൻ. അതായത് ഇപ്പോൾ 5ഉം 2ഉം തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അത് നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു 5, 2. അതുപോലെ 10, 13 തമ്മിലുള്ള റിലേഷൻ അടുത്തൊരു ആരോ മാർക്ക് ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അതുപോലെ 13, 4ഉം തമ്മിലുള്ള റിലേഷൻ നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. മനസ്സിലായാലും? അപ്പോൾ ഈ റിലേഷനാണ് ഇവിടെ R എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ 3 മെത്തേഡിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ? ഇതിൽ തന്നെ എ എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾ ഡൊമൈൻ എന്നും ബി എന്ന് പറയുന്ന സെറ്റിനെ കോ ഡൊമൈൻ എന്നും പറയും. അതായത് എക്സിൻ്റെ എല്ലാ വാല്യൂസും അടങ്ങുന്ന സെറ്റ് എ എന്ന് പറയുന്നത് ഡൊമൈൻ ആണ്. അതുപോലെ ബിയുടെ എല്ലാ വാല്യൂസും ഉള്ള അല്ലെങ്കിൽ y വാല്യൂസ് എല്ലാം അടങ്ങിയിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് കോ ഡൊമൈൻ ആണ്. ഇനി അടുത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് എന്താ? റേഞ്ച് എന്താണെന്നാണ്. അതായത് ഇവിടെ നമുക്കറിയാം 3, അതുപോലെ 4, അതുപോലെ 2 എന്ന് പറയുന്ന എലമെൻറ്റ്സിനെയാണ് നമ്മൾ റേഞ്ച് അല്ലെങ്കിൽ ഇമേജ് എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലായോ? ദ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ദാറ്റ് ഗെറ്റ് പോയിന്റഡ് ടു ഇൻ ബി ആർ ദി റേഞ്ച്. അതായത് ബി എന്ന് പറയുന്ന സെറ്റിൽ പോയിന്റ് ചെയ്യുന്ന എല്ലാ എലമെൻറ്റ്സിനെയുമാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സെറ്റ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഡൊമൈൻ, കോ ഡൊമൈൻ, റേഞ്ച് എന്ന് പറയുന്ന നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് റീഫ്രഷ് ചെയ്തു. ഇനി വേറൊരു രീതിയിൽ നമുക്ക് സെറ്റ് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ റിലേഷനെ റെപ്രസെൻറ്റ് ചെയ്യാം. അത് ടേബിൾ ഫോർമാറ്റിലാണ്. ടേബിൾ ഫോർമാറ്റിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അതായത് എക്സ് വാല്യൂസും വൈ വാല്യൂസും ടേബിളായിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 5, 2 എന്ന് പറയുന്നത് എക്സ് വാല്യൂ 5, അതുപോലെ വൈ വാല്യൂ 2. അതുപോലെ റിലേഷൻ 10, 3. സോ എക്സ് വാല്യൂ 10, വൈ വാല്യൂ 3. അതുപോലെ ഈ റിലേഷനിൽ 13 എന്ന് പറയുന്ന എക്സ് വാല്യൂ ഇവിടെ, then 4 എന്ന് വൈ വാല്യൂ ഇവിടെ. അപ്പോൾ ഇങ്ങനെയാണ് ടേബിൾ ഫോർമാറ്റിൽ നമ്മൾ റിലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ കൂടി നോക്കാം.
Let A be the set of students of class 12 of a school and B be the set of students of class plus 1 of the same school. Then some of the examples of relations from A to B are. അതായത് ഒരു സ്കൂളിലെ പ്ലസ് ടു സ്റ്റുഡൻസിൻ്റെ സെറ്റാണ് എ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന സെറ്റിൽ എന്താ ഉള്ളത്? പ്ലസ് വൺ സ്റ്റുഡൻസിൻ്റെ സെറ്റാണ്. ക്ലിയർ ആയോ? അതായത് എ എന്ന് പറയുന്ന സെറ്റിൽ ഉള്ളത് ഒരു സ്കൂളിലെ പ്ലസ് ടു സ്റ്റുഡൻസ് ആണ്. അതുപോലെ ബി എന്ന് പറയുന്ന സെറ്റിലുള്ളത് സ്കൂളിലെ പ്ലസ് വൺ സ്റ്റുഡൻസ് ആണ്. റിലേഷൻസ് അവിടെ ഉണ്ടാകും. റിലേഷൻസിന് എക്സാമ്പിൾ ആണ് ആ സെറ്റിൽ നിന്ന് താഴെ പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണമായി എ ബി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ ക്രോസ് ബി, ദാറ്റ് ഈസ് എ ഈസ് എ ബ്രദർ ഓഫ് ബി. അങ്ങനെ നമുക്ക് പറയാലോ. അതായത് പ്ലസ് വൺ പ്ലസ് ടു സ്റ്റുഡൻസും ഉണ്ട് അവിടെ. എ എന്ന് പറയുന്നത് പ്ലസ് ടുവിലെ സ്റ്റുഡൻ്റ് ആണ്, ബി എന്ന് പറയുന്നത് പ്ലസ് വണ്ണിലെ സ്റ്റുഡൻ്റ് ആണ്. എങ്കിൽ എ ഈസ് എ ബ്രദർ ഓഫ് ബി, അതായത് ഏതെങ്കിലും ഒരു പ്ലസ് ടു സ്റ്റുഡൻറ്റ് പ്ലസ് വൺ സ്റ്റുഡൻറ്റ് ബ്രദർ ആവാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. അതുപോലെ തന്നെ എ ബി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ ക്രോസ് ബി, എ ഈസ് എ സിസ്റ്റർ ഓഫ് ബി. എ എന്ന് പറയും പ്ലസ് ടുവിലെ സ്റ്റുഡൻറ്റ് ബിയുടെ സിസ്റ്റർ ആവാൻ, പ്ലസ് വണ്ണിലെ സ്റ്റുഡൻറ്റിൻ്റെ സിസ്റ്റർ ആവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അത് റിലേഷൻ, അങ്ങനെ റിലേഷൻ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുപോലെ എ ബി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ ക്രോസ് ബി, ഏജ് ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ഏജ് ഓഫ് ബി. നമുക്കറിയാം പ്ലസ് ടുവിലെ സ്റ്റുഡൻറ്റിൻ്റെ ഏജ് പ്ലസ് വണ്ണിനേക്കാളും ഗ്രേറ്റർ ആവാനുള്ളൊരു റിലേഷൻ അവിടെ നടക്കാവുന്നതാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, എ ബി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ ക്രോസ് ബി, ദാറ്റ് ഈസ് total marks obtained by A in the final examination is less than the total marks obtained by B in the final examination. സോ അങ്ങനെയുള്ള ഒരു റിലേഷൻ വരാലോ. അതായത് എ എന്ന് പറയുന്നത് പ്ലസ് ടു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്, അതുപോലെ ബി എന്ന് പറയുന്നത് പ്ലസ് വൺ ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എക്ക് കിട്ടുന്ന ഫൈനൽ എക്സാമിനേഷന് കിട്ടുന്ന ടോട്ടൽ മാർക്ക് ബിയേക്കാളും കുറവാവാനുള്ള ഒരു റിലേഷൻ അവിടെ വരാവുന്നതല്ലേ? അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ എ ബി ഈസ് എൻ എലമെൻറ്റ് ഓഫ് എ ക്രോസ് ബി, എ ലിവ്സ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി ആസ് ബി. അതായത് പ്ലസ് വൺ സ്റ്റുഡൻറ്റും പ്ലസ് ടു സ്റ്റുഡൻറ്റും സെയിം ലൊക്കാലിറ്റിയിൽ തന്നെ ജീവിക്കാനുള്ളൊരു റിലേഷൻ അവിടെ പോസിബിലിറ്റി. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് ഒരു, അതായത് എ ബി എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് റിലേഷൻ ഉണ്ട് ആർ. സോ അങ്ങനെയെങ്കിൽ അതെല്ലാം എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മനസ്സിലായാലും ഇവിടെ എ ബി എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ എലമെൻ്റ് ആണ്. സോ ഇവിടെ ഈ എല്ലാ എക്സാമ്പിളിലും എ ബി എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് എ ക്രോസ് ബി ആണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഒരു റിലേഷൻ, എ ബി എന്ന് പറയുന്നത് ഒരു റിലേഷൻ അല്ലേ? അപ്പോൾ റിലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. എ റിലേഷൻ ആർ ഫ്രം എ ടു ബി ആസ് ആൻ ആർബിട്രറി സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് റിലേഷൻ. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഏതൊക്കെ ടൈപ്സ് റിലേഷൻസ് ഉണ്ടെന്നാണ്. സോ ഫസ്റ്റ് വൺ ഈസ് എംപ്റ്റി റിലേഷൻ, then universal relation, identity relation, inverse relation, reflexive relation, symmetric relation, and final one, transitive relation. We know that a relation in a set A is a subset of A cross A. നമുക്കറിയാം ഒരു സെറ്റിൽ എയിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു എ ബി എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ ഒരു സെറ്റ് അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യാൻ പോകുന്ന റിലേഷൻ എംപ്റ്റി റിലേഷൻ ആണ്. എന്താണ് എംപ്റ്റി റിലേഷൻ? ഇഫ് നോ എലമെൻറ്റ് ഓഫ് എ സെറ്റ് എക്സ് ഈസ് റിലേറ്റഡ് ഓർ മാപ്ഡ് ടു എനി എലമെൻറ്റ് ഓഫ് എക്സ്, ദെൻ ദ റിലേഷൻ ആർ ഇൻ എ ഈസ് ആൻ എംപ്റ്റി റിലേഷൻ. ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു നൾ സെറ്റ്, ദാറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റുണ്ട്. ആ സെറ്റിലെ എലമെൻറ്റ്സ് ആ സെറ്റിൽ വേറൊരു എലമെൻറ്റ്സ് ആയിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, മാപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള റിലേഷൻ, അവിടെ പ്രത്യേകിച്ച് ഒരു റിലേഷനൊന്നും നടക്കുന്നില്ല, അങ്ങനെയെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? എംപ്റ്റി റിലേഷൻ, നൾ സെറ്റാണ്, റിലേഷൻ അവിടെ പോസിബിൾ അല്ല. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു വെജിറ്റബിൾ ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ നിങ്ങൾ ആ വെജിറ്റബിൾ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞ് എന്തെങ്കിലും ചിക്കനോ മീറ്റോ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം വെജിറ്റബിൾ ഷോപ്പ് എന്ന് പറയുന്നത് വെജിറ്റബിൾസ് മാത്രമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ചെന്ന് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നോൺ വെജ് ഐറ്റംസ് ആണെങ്കിൽ നിങ്ങൾക്കത് അവിടെ നിന്ന് ലഭിക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഒരു സെറ്റായി കൺസിഡർ ചെയ്താൽ ആ സെറ്റിൽ നിന്ന് നോൺ വെജ് ഐറ്റംസ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു റിലേഷൻ അവിടെ സാധ്യമാണോ? അല്ല, ഒരിക്കലുമല്ല. അങ്ങനെയുള്ള റിലേഷനെയാണ്, അതായത് നിങ്ങൾക്കൊരു റിലേഷൻ അവിടെ സ്പെസിഫൈ ചെയ്ത് പറയാൻ കഴിയുന്നില്ലെങ്കിൽ, അങ്ങനെ റിലേറ്റ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഒരു റിലേഷൻ അവിടെ നടക്കുന്നില്ല എങ്കിൽ അതിന് പറയുന്ന പേരാണത് എംപ്റ്റി റിലേഷൻ. ഉദാഹരണമായി നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ സ്കൂളിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. സ്കൂളിൽ ഒരു പ്ലസ് ടുവിൽ പഠിക്കുന്ന സ്റ്റുഡൻറ്റ് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സ്റ്റുഡൻറ്റിന് സിസ്റ്റർ ആവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. എക്സാമ്പിൾ തന്നെ ഒരു ബോയ്സ് സ്കൂളിലാണെങ്കിലോ
ഒരു ബോയ്സ് സ്കൂളിലാണെങ്കിൽ +2 പഠിക്കുന്ന സ്റ്റുഡൻറ്റ് +1 സ്റ്റുഡൻറ്റിൻ്റെ സിസ്റ്റർ ആവാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. സോ അങ്ങനെ റിലേഷനൊന്നും ഇല്ല എങ്കിൽ അത്തരത്തിലുള്ള റിലേഷനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ പറയുന്നതാണ് എംപ്റ്റി റിലേഷൻ. മനസ്സിലായല്ലോ? ഇനി അടുത്തത് യൂണിവേഴ്സൽ റിലേഷൻ. എന്താണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ? എ റിലേഷൻ ആർ ഇൻ എ സെറ്റ്. സേ എ ഈസ് എ യൂണിവേഴ്സൽ റിലേഷൻ if each element of A is related to every element of A, that is R equal to A cross A. It is also called full relation. അതായത് സെറ്റുലർ റിലേഷന് നമ്മൾ എപ്പോഴാണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്? ഇഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എവറി എലമെൻറ്റ് ഓഫ് എ. എയിലെ എല്ലാ എലമെൻറ്റ്സും എയിലെ തന്നെ എല്ലാ എലമെൻറ്റ്സുമായിട്ടും റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ അവയെ എന്തു പറയും? യൂണിവേഴ്സൽ റിലേഷൻ. ഇവയെ നമ്മൾ ഫുൾ റിലേഷൻ എന്നും പറയാറുണ്ട്. ഉദാഹരണമായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കാം. സപ്പോസ് എ ഈസ് എ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ബി ഈസ് എ സെറ്റ് ഓഫ് ഓൾ ഹോൾ നമ്പേഴ്സ്. അതായത് എ എന്ന് പറയുന്ന സെറ്റ് എന്തിൻ്റെ സെറ്റാണ്? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. ബി എന്ന് പറയുന്നത് ഹോൾ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. അപ്പോൾ ഇവിടെ ഒരു റിലേഷൻ പറഞ്ഞിരിക്കുകയാണ്. ദ റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് യൂണിവേഴ്സൽ ആസ് എവറി എലമെൻറ്റ് ഓഫ് എ ഈസ് ഇൻ സെറ്റ് ബി. നമുക്കറിയാം ഈ ഒരു റിലേഷൻ, അതായത് നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ റിലേഷനാണ്. കാരണം എയിലുള്ള എല്ലാ എലമെൻറ്റ്സും എവിടെയുണ്ട്? ബിയിലുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ എന്ന് പറയുന്നത് ബി ആയിട്ട്, എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ബിയിലുള്ള എലമെൻറ്റ്സുമായിട്ട് എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നുണ്ട്. ഈച്ച് എലമെൻറ്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എവറി എലമെൻറ്റ് ഓഫ് എ. സോ ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാലോ എന്താണ്? ഇപ്പോൾ ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താ? കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. 1, 2, 3, 4 ഇതെല്ലാമാണ് നാച്ചുറൽ നമ്പേഴ്സ് എക്സെട്ര. അതേസമയം 0 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ സെറ്റാണ് ഹോൾ നമ്പേഴ്സിൻ്റെ സെറ്റ്. 0, 1, 2, 3, 4. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൽ എലമെൻറ്റ്സ് എല്ലാം ബി എന്ന് പറയുന്ന സെറ്റിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ തമ്മിൽ റിലേഷൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവയെ എന്ത് പറയാം? ഇത് യൂണിവേഴ്സൽ സെറ്റാണ്. പക്ഷെ തിരിച്ച് നിങ്ങളൊന്ന് നോക്കിയാലോ, ഇപ്പോൾ ഹോൾ നമ്പേഴ്സിൽ നിന്ന് നാച്ചുറൽ നമ്പേഴ്സിലുള്ള കണക്ഷൻ ആണെങ്കിലോ അവിടെ അങ്ങനെ ഇത് യൂണിവേഴ്സൽ റിലേഷനാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം 0 നമുക്ക് വേറൊരു എലമെൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ 0 എന്ന് പറയുന്ന എലമെൻ്റ് ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് യൂണിവേഴ്സൽ റിലേഷൻ അല്ല. പക്ഷേ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സെറ്റ് എയും ബി എന്ന് പറയുന്നത് ഹോൾ നമ്പേഴ്സാണ്. സോ എയിൽ നിന്ന് ബിയിലേക്കുള്ള കണക്ഷൻ എന്ന് പറയുന്നത്, റിലേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ റിലേഷനാണ്. അടുത്തത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ കണ്ടത് എന്തൊക്കെ റിലേഷനാണ്? എംപ്റ്റി റിലേഷൻ, അതുപോലെ തന്നെ യൂണിവേഴ്സൽ റിലേഷൻ. ഈ എംപ്റ്റി റിലേഷനും യൂണിവേഴ്സൽ റിലേഷനും നമ്മൾ ട്രിവിയൽ റിലേഷൻസ് എന്നും പറയാറുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന റിലേഷനാണ് ഐഡൻറ്റിറ്റി റിലേഷൻ. സോ ഐഡൻറ്റിറ്റി റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഇൻ ഐഡൻറ്റിറ്റി റിലേഷൻ എവറി എലമെൻറ്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ് ഓൺലി. ദാറ്റ് ഈസ് ഐ ഈക്വൽ ടു എ ഈസ് എൻ എലമെൻറ്റ് ഓഫ് എ. അതായത് ഐഡൻറ്റിറ്റി റിലേഷൻ എന്ന് പറയുമ്പോൾ ആ സെറ്റിലുള്ള ഓരോ എലമെൻറ്റ്സും അവയോട് തന്നെ റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ആ എലമെൻറ്റിനോട് തന്നെ റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള റിലേഷനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി റിലേഷൻ എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റി റിലേഷൻ മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് യു ത്രോ 2 dice വി ഗെറ്റ് 36 പോസിബിൾ ഔട്ട്കംസ്. 1, 1, 1, 2 എക്സെട്ര ടു 6. അതായത് നമ്മൾ 2 dice ത്രോ ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ എത്ര പോസിബിൾ ഔട്ട്കംസ് ആണ് കിട്ടുന്നത്? 36 പോസിബിൾ ഔട്ട്കംസ്. അത് എന്തൊക്കെയാണ്? 1, 1, 1, 2, 1, 3, 1, 4 അങ്ങനെയുള്ള കോമ്പിനേഷൻ, അതുപോലെ 2, 1, 2, 2, 2, 3 അങ്ങനെയുള്ള കോമ്പിനേഷൻ തുടങ്ങി എല്ലാ 36 പോസിബിൾ കോമ്പിനേഷൻസ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കും. സോ ഇങ്ങനെ ലഭിക്കുന്ന ഔട്ട്പുട്ടിൽ ഈ റിലേഷൻ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? നമ്മൾ പറഞ്ഞു ഐഡൻറ്റിറ്റി റിലേഷൻ എന്ന് പറയുന്നത് എവറി എലമെൻറ്റ് ഓഫ് സെറ്റ് എ ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ് ഓൺലി. അതായത് ഒരു സെറ്റ് എയിലെ എല്ലാ എലമെൻറ്റ്സും അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. 1 എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ് 1നോട് തന്നെ റിലേറ്റഡ് ആണ്. അപ്പോൾ 1, 1, 2, 2. ഇവിടെ റിലേഷൻ നമ്മൾ എഴുതിയിരിക്കുന്നത് എങ്ങനെ? ഐ ഈക്വൽ ടു എ, എ ഈസ് എൻ എലമെൻറ്റ് ഓഫ്. ഈ ഒരു സെറ്റിൻ്റെ എക്സാമ്പിളാണ് നമ്മളിവിടെ എടുക്കുന്നതെങ്കിൽ ഐഡൻറ്റിറ്റി റിലേഷൻ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? റിലേഷൻ ആർ ഈക്വൽ ടു 1, 1, 2, 2, 3, 3, 4, 4, 5, 5, 6, 6. സോ ഇതാണ് ഐഡൻറ്റിറ്റി റിലേഷൻ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവേഴ്സ് റിലേഷൻ. സോ എന്താണ് ഇൻവേഴ്സ് റിലേഷൻ? ലെറ്റ് ആർ ബി എ റിലേഷൻ ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി. ദാറ്റ് ഈസ് ആർ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എക്രോസ് ബി. അതായത് സെറ്റ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷനാണ് ആർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആർ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എക്രോസ് ബി. ദ റിലേഷൻ ആർ ഇൻവേഴ്സ് ഈസ് സെഡ് ടു ബി ആൻ ഇൻവേഴ്സ് റിലേഷൻ. ആർ ഇൻവേഴ്സ് ഫ്രം സെറ്റ് ബി ടു എ ഈസ് ഡിനോട്ടഡ് ബൈ ആർ ഇൻവേഴ്സ് ഈക്വൽ ടു ബി എ such that AB is an element of R.
അതായത് എ ബി എന്ന് പറയുന്ന റിലേഷൻ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ്, അല്ലെങ്കിൽ സെറ്റ് ബിയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻ ഇൻവേഴ്സ് ആണ് എന്ന് പറയണമെങ്കിൽ എ ബി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അവിടെ അതിന് ഇൻവേഴ്സ് ആയിട്ടുള്ള റിലേഷൻ കൂടി എക്സിസ്റ്റ് ചെയ്യണം. അതായത് ബി എ കൂടി അവിടെ ഉണ്ടായിരിക്കണം. സോ അങ്ങനെയുള്ള റിലേഷനെയാണ് നമ്മൾ ഇൻവേഴ്സ് റിലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഉദാഹരണമായിട്ട് കൺസിഡറിങ് ദ കേസ് ത്രോയിങ് 2 ഡൈസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഡൈസ് ത്രോ ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഈ കോമ്പിനേഷനിൽ നമുക്കറിയാം റിലേഷൻ ആർ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു 1 2 2 3. ഇപ്പോൾ ഇൻവേഴ്സ് റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താ 2 1 3 2. സോ ഈ ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ 1 2 എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റിൽ തന്നെ 2 1 വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ 2 3 എടുത്തു കഴിഞ്ഞാൽ 2 3ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇൻവേഴ്സ് റിലേഷൻ 3 2 അവിടെ ഉണ്ട്. സോ ഇത്തരത്തിലുള്ള റിലേഷനെയാണ് നമ്മൾ ഇൻവേഴ്സ് റിലേഷൻ എന്ന് പറയുന്നത്. ഹിയർ ദി ഡൊമൈൻ ഓഫ് ആർ ഈസ് ദ റേഞ്ച് ഓഫ് ആർ ഇൻവേഴ്സ് ആൻഡ് വൈസ് വേഴ്സ. അതായത് ഇവിടെ ഡൊമൈൻ എന്ന് പറയുന്നത് റേഞ്ച് ആർ ഇൻവേഴ്സിൻ്റെ റേഞ്ച് ആണ്. അതുപോലെ ആർ ഇൻവേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് റിലേഷൻ. സോ എന്താണ് റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് എവറി എലമെൻറ്റ് ഓഫ് സെറ്റ് എ മാപ്സ് ടു ഇറ്റ് സെൽഫ് ദ റിലേഷൻ ഈസ് റിഫ്ലക്സീവ് റിലേഷൻ. അതായത് സെറ്റ് എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ആ സെറ്റ് എയിലുള്ള എലമെൻറ്റ്സിനോട് തന്നെ മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിനോട് തന്നെ മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവയെ എന്ത് പറയാം? റിഫ്ലക്സ് റിലേഷൻ. അതായത് ഫോർ എവറി എ ഈസ് എൻ എലമെൻറ്റ് ഓഫ് എ ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ. ഇപ്പോൾ സെറ്റ് എയിലെ എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റ് എയിലെ എല്ലാ എലമെൻറ്റ്സും അതിനോട് തന്നെ കണക്റ്റഡ് അല്ലെങ്കിൽ അതിലേക്ക് തന്നെ മാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവയെ റിഫ്ലക്സ് റിലേഷൻ ആണെന്ന് പറയാം. അപ്പോൾ സെറ്റ് എയിലെ എലമെൻ്റാണ് എ റിഫ്ലക്സീവ് ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ? എ ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ. മനസ്സിലായല്ലോ? അടുത്തത് സിമെട്രിക് റിലേഷൻ. സിമെട്രിക് എന്ന് പറയുമ്പോൾ എന്താ? ഈക്വൽ ആയിട്ടുള്ള റിലേഷനെയാണ് നമ്മൾ സിമെട്രിക് റിലേഷൻ എന്ന് പറയുന്നത്. എ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ ഈസ് സെഡ് ടു ബി സിമെട്രിക്. അതായത് ഒരു സെറ്റ് എയിലുള്ള റിലേഷൻ ആർ എന്ന് പറയുന്നത് സിമെട്രിക് ആവണമെങ്കിൽ ഇവിടെ എന്ത് ക്രൈറ്റീരിയ ആണ് വേണ്ടത്? ഇഫ് എ ബി ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ then BA is an element of R. For all A and B is an element of A. അതായത് സെറ്റ് എയിലുള്ള എല്ലാ എലമെൻറ്റ്സും തമ്മിലുള്ള റിലേഷൻ നമ്മൾ നോക്കുമ്പോൾ എ ബി ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ, അങ്ങനെയുള്ള റിലേഷൻ അവിടെയുണ്ട്. അങ്ങനെയെങ്കിൽ ബി എ ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ, അങ്ങനെയുള്ള റിലേഷനും അവിടെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിലേഷനെയാണ് നമ്മൾ സിമെട്രിക് റിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഉദാഹരണമായി എ ഈക്വൽ ടു ബി എന്ന് പറയുന്ന ട്രൂ ആയിട്ടുള്ള റിലേഷനാണ്. എ ഈക്വൽ ടു ബി ട്രൂ ആണെങ്കിൽ ബി ഈക്വൽ ടു എയും ട്രൂ ആയിരിക്കണ്ടേ? സോ അങ്ങനെയുള്ള റിലേഷനെയാണ് നമ്മൾ സിമെട്രിക് റിലേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ട്രാൻസിറ്റീവ് റിലേഷൻ. സോ എന്താണ് ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ? റിലേഷൻ ഇൻ എ സെറ്റ് എ ഈസ് ട്രാൻസിറ്റീവ് ഇഫ് എ ബി ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ, ബി സി ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ, then AC is an element of R for all A, B, C is an element of A. അതായത് എ ബി സി എന്ന് പറയുന്നത് സെറ്റ് എയിലുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ എ ബി ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ എന്ന് പറയുന്നൊരു റിലേഷനുണ്ട്. അതുപോലെ ബി സി ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ എന്നും പറയുന്നൊരു റിലേഷനുണ്ട്. അങ്ങനെയെങ്കിൽ എ സി ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള റിലേഷനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് റിലേഷൻ അല്ലെങ്കിൽ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എങ്ങനെയാണ്? എ ബി ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ, ബി സി ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ, ദെൻ എ സി ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ ഫോർ ഓൾ എ കോമ ബി കോമ സി ഈസ് എൻ എലമെൻറ്റ് ഓഫ് എ. സോ ഇത്തരത്തിലുള്ള റിലേഷനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയുന്നത്. സോ മനസ്സിലായാലും എന്താണ് റിഫ്ലക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ. റിഫ്ലക്സീവ് എന്ന് പറയുമ്പോൾ ആ എലമെൻറ്റിലേക്ക് തന്നെ മാപ്പ് ചെയ്തിരിക്കുന്ന റിലേഷനാണ് റിഫ്ലക്സീവ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് 1 ഈക്വൽ ടു 1, അതുപോലെ എ കോമ എ ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ. സിമെട്രിക് എന്ന് പറയുമ്പോൾ എന്താ? എ ഈക്വൽ ടു ബി ട്രൂ ആണെങ്കിൽ ബി ഈക്വൽ ടു എയും ട്രൂ ആയിരിക്കണം. അതുപോലെ അങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇഫ് എ ബി ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ ദെൻ ബി എ ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ ഫോർ ഓൾ എ ആൻഡ് ബി ഈസ് എൻ എലമെൻറ്റ് ഓഫ് എ. ദെൻ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയുമ്പോൾ 3 എലമെൻറ്റ്സ് തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ എ ബി സി എന്ന് പറയുന്നത് എലമെൻറ്റ്സ് എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ എ ബി ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ, ബി സി ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ, ദെൻ എ സി ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ. എയും ബിയും തമ്മിലൊരു റിലേഷനുണ്ട്. ബിയും സിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ ആദ്യത്തേതും മൂന്നാമത്തേതും തമ്മിലുള്ള എലമെൻറ്റ്സ് തമ്മിലൊരു റിലേഷൻ അവിടെ പോസിബിൾ ആണ്. എയും സിയും തമ്മിലുള്ളൊരു റിലേഷൻ അവിടെ പോസിബിൾ ആണ്. സോ ഈ ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അതുപോലെ 3 പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിലേഷൻ നമ്മൾ പറയുന്നതാണ് ഇക്വലൻസ് റിലേഷൻ. എ റിലേഷൻ ഈസ് സെഡ് ടു ബി ഇക്വലൻസ് if and only if it is reflexive, symmetric and transitive. Example 1. Let T be the set of all triangles in a plane
with R a relation in T given by R equal to T1, T2 such that T1 is congruent to T2. Show that R is an equivalence relation. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ടി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ആണ്. ഇവിടെ ഒരു റിലേഷൻ ആർ നമുക്ക് തന്നിട്ടുണ്ട്. ആർ ഈക്വൽ ടു T1, T2. അതായത് T1 ഈസ് കോൺക്രുയൻറ്റ് ടു T2. അതായത് T1 എന്ന് പറയുന്ന ട്രയാങ്കിൾ T2 എന്ന് പറയുന്ന ട്രയാങ്കിളിന് കോൺക്രുയൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ ആർ എന്ന് പറയുന്ന റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആണ് എന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈക്വലൻസ് റിലേഷൻ ആവണമെങ്കിൽ അത് സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം, അതുപോലെ തന്നെ റിഫ്ലെക്സീവ് ആയിരിക്കണം. സോ ഫസ്റ്റ് എന്താണ് കോൺക്രുയൻറ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ? സോ കോൺക്രുയൻറ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അതായത് ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതായത് ഇപ്പോൾ എ ബി എന്ന് പറയുന്ന സൈഡ് ഡി എന്ന് പറയുന്ന സൈഡിന് ഈക്വൽ ആണ്. അതുപോലെ എ സി ഈക്വൽ ടു ഡി എഫ്, ദെൻ ബി സി ഈക്വൽ ടു ഇ എഫ്. അതുപോലെ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ കോൺക്രുയൻറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. വെൻ ടു ട്രയാങ്കിൾസ് ആർ കോൺക്രുയൻറ്റ്, they will have exactly the same 3 sides and exactly the same 3 angles. മനസ്സിലായോ? അതായത് രണ്ട് ട്രയാങ്കിൾ കോൺക്രുയൻറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറയുകയാണെങ്കിൽ അവയുടെ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും തമ്മിൽ. അതുപോലെ തന്നെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ചിലപ്പോൾ ഈ സൈഡും ആംഗിൾസും ചിലപ്പോൾ സെയിം പൊസിഷനിൽ തന്നെ ഇരിക്കണമെന്നില്ല, പക്ഷേ 3 സൈഡ്സും അതുപോലെ തന്നെ 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ അത്തരത്തിലുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ കോൺക്രുയൻറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ എന്താണ്? ആർ എന്ന് പറയുന്ന റിലേഷൻ എന്ന് പറയുന്നത് ഈക്വലൻറ്റ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈക്വലൻറ്റ് ഇപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അത് റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യും. റിഫ്ലെക്സീവ് ആണെന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? നമുക്കറിയാം എവറി ട്രയാങ്കിൾ ഈസ് കോൺക്രുയൻറ്റ് ടു ഇറ്റ് സെൽഫ്. ഒരു ട്രയാങ്കിൾ എടുത്താൽ അത് ആ ട്രയാങ്കിളിന് തന്നെ കോൺക്രുയൻ്റ് ആണ്, അല്ലേ? അതായത് ഒരു ട്രയാങ്കിൾ എടുത്താൽ ആ ട്രയാങ്കിളിൻ്റെ സൈസ് ആ ട്രയാങ്കിളിന് തന്നെ ഈക്വൽ ആയിരിക്കും. അതുപോലെ അതിൻ്റെ ആംഗിളും അതിന് തന്നെ ഈക്വൽ ആയിരിക്കും. സോ അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ ടി ഈസ് കോൺക്രുയൻറ്റ് ടു ട്രയാങ്കിൾ ടി. ടി എന്ന് പറയുന്നത് ടിക്ക് തന്നെ കോൺക്രുയൻ്റ് ആണ്, അല്ലെങ്കിൽ ഈക്വൽ ആണ്. അങ്ങനെ ഒരു റിലേഷൻ അവിടെ ഉണ്ട്. സോ ടി ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ. അപ്പോൾ ആർ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. നെക്സ്റ്റ് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. സിമെട്രിക് ആണെങ്കിൽ എന്താണ്? നമുക്കറിയാം ഇഫ് T1 ഈസ് കോൺക്രുയൻറ്റ് ടു T2, അതായത് T1 എന്ന് പറയുന്നത് T2 ആയിട്ട് കോൺക്രുയൻ്റ് ആണ്. T1 എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ആംഗിൾസും T2 എന്ന് പറയുന്ന ആംഗിൾസ് ഈക്വൽ ആണ്. അതുപോലെ T1 എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ സൈഡ്സും T2യിലെ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സും ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ T2 ഈസ് കോൺക്രുയൻറ്റ് ടു T1. T1 കോൺക്രുയൻറ്റ് ടു T2 ആണെങ്കിൽ T2 കോൺക്രുയൻറ്റ് ടു T1 അല്ലേ? മനസ്സിലായോ? അതായത് ട്രയാങ്കിൾ T2വിനോട് ഈക്വൽ ആണ്, കോൺക്രുയൻ്റ് ആണെങ്കിൽ തിരിച്ചെടുത്തു കഴിഞ്ഞാലും T2 എന്ന് പറയുന്നതും T1ന് കോൺക്രുയൻ്റ് അല്ലേ? അപ്പോൾ T2 എന്ന് പറയുന്ന റിലേഷനുണ്ട്. അങ്ങനെയെങ്കിൽ T2 T1 എന്ന് പറയുന്ന റിലേഷൻ ഉണ്ടെങ്കിൽ R ഈസ് സിമെട്രിക്. ക്ലിയർ ആയല്ലോ? ഇഫ് T1 ഈസ് കോൺക്രുയൻറ്റ് ടു T2, then T2 ഈസ് കോൺക്രുയൻറ്റ് ടു T1. So if T2 is an element of R, then T2, T1 is element of R. Hence R is symmetric. നെക്സ്റ്റ് നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇത് ട്രാൻസിറ്റീവ് ആണോ എന്ന് പ്രൂവ് ചെയ്യണം. ട്രാൻസിറ്റീവ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇഫ് T1 ഈസ് കോൺക്രുയൻറ്റ് ടു T2 ആൻഡ് T2 ഈസ് കോൺക്രുയൻറ്റ് ടു T3, then T1 ഈസ് കോൺക്രുയൻറ്റ് ടു T3. അതായത് T1 എന്ന് പറയുന്നത് T2യും കോൺക്രുയൻ്റ് ആണ്, അതുപോലെ T2 T3ക്കും കോൺക്രുയൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ T1ഉം T3യും കോൺക്രുയൻ്റ് ആവണ്ടേ? അതായത് ആദ്യത്തെ ട്രയാങ്കിളും രണ്ടാമത്തെ ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസും സൈഡ്സും ഈക്വൽ ആണ്. രണ്ടാമത്തെ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതും മൂന്നാമത്തെ ട്രയാങ്കിൾസും തമ്മിൽ ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ T1ഉം T3യും ഈക്വൽ ആവണ്ടേ? കാരണം T1ഉം T2യും കോൺക്രുയൻ്റ് ആണ്. അപ്പോൾ ഇവിടെ T2വിന് പകരം T2ഉം T3 ആയിട്ട് കോൺക്രുയൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ ആദ്യത്തെയും മൂന്നാമത്തെയും ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസും ഈക്വൽ ആവണ്ടേ, അല്ലെങ്കിൽ അതിൻ്റെ സൈഡ്സും ഈക്വൽ ആവണ്ടേ? സോ T1 ഈസ് കോൺക്രുയൻറ്റ് ടു T3 ആണ് നമുക്ക് ലഭിച്ചു. അങ്ങനെയെങ്കിൽ സോ ഇഫ് T1 T2 ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ ആൻഡ് T2, T3 ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ, ദെൻ T1, T3 ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ. ഹെൻസ് ആർ ഈസ് ട്രാൻസിറ്റീവ്. അപ്പോൾ ഇവിടെ ഈ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ആർ എന്ന് പറയുന്നത് ഒരു ഇക്വലൻസ് റിലേഷൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം തരുമ്പോൾ കോൺക്രുയൻറ്റ് ട്രയാങ്കിൾസ് എന്താണെന്ന് നമുക്കറിയാം. സോ ആ ഒരു ട്രയാങ്കിൾ എന്താണെന്ന് ആ ഒരു ഐഡിയ മനസ്സിലാക്കി നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ എഴുതാലോ. ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. എക്സാമ്പിൾ 2, ലെറ്റ് L be the set of all lines in a plane and R be this relation in L defined as R equal to L1, L2 such that L1 is perpendicular to L2. Show that R is symmetric but neither reflexive nor transitive. അതായത് L എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ആണ്.
അതുപോലെ ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. L1, L2 എന്ന് പറയുന്നതാണ് ആ റിലേഷൻ. സോ L1, L2 എന്ന് പറയുന്ന റിലേഷൻ എന്താ? L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. അതായത് L1ഉം L2ഉം തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഇവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഷോ ദാറ്റ് ആർ ഇസ് സിമെട്രിക്. ആർ സിമെട്രിക് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. പക്ഷേ റിഫ്ലെക്സീവ് അല്ല, ട്രാൻസിറ്റീവ് അല്ല. ഇത് സിമ്പിൾ പ്രോബ്ലം അല്ലേ? അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ചെയ്യുന്നത്? R is not reflexive as a line L1 cannot be perpendicular to itself. നമുക്കറിയാലോ, ഒരു ലൈൻ അതിനോട് തന്നെ പെർപെൻഡിക്കുലർ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. L1 എന്ന് പറയുന്നത് L1നോട് തന്നെ ഒരിക്കലും പെർപെൻഡിക്കുലർ ആവില്ല. അപ്പോൾ വളരെ എളുപ്പത്തിന് നമുക്ക് മനസ്സിലായി L1, L1 is റിലേഷൻ ആറിൽ വരുന്നതല്ലേ, ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. അപ്പോൾ ആർ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് അല്ല. അടുത്തത് സിമെട്രിക് ആണോ എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്. സിമെട്രിക് ആണെങ്കിൽ എന്താ? L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2 ആണ്. അതുപോലെ L2 ഈസ് പെർപെൻഡിക്കുലർ ടു L1 ആണ്. മനസ്സിലായല്ലോ? L1 L2വിന് പെർപെൻഡിക്കുലർ ആണ്. L2 L1ഉം തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് സിമെട്രിക് റിലേഷൻ ആണ്. അപ്പോൾ L1 L2 ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ. അതുപോലെ തന്നെ L2 L1 ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ. അപ്പോൾ അതൊരു സിമെട്രിക് റിലേഷൻ ആണ്. അടുത്തത് എന്താ? ട്രാൻസിറ്റീവ് ആണോ എന്ന് നമ്മൾ നോക്കുന്നത്. ട്രാൻസിറ്റീവ് ആകുമ്പോൾ 3 ലൈൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. L1, L2, L3 എന്ന് പറയുന്ന 3 ലൈൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ നമുക്കറിയാം L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. L1 L2 പെർപെൻഡിക്കുലർ ആണ്. ആൻഡ് L2 ഈസ് പെർപെൻഡിക്കുലർ ടു L3. L2ഉം L3യും പെർപെൻഡിക്കുലർ ആണ്. അതായത് L2ഉം L3യും തമ്മിലുള്ള ആംഗിൾ എന്താ? 90 ഡിഗ്രി ആണ്. പക്ഷേ L1ഉം L3യും തമ്മിലെടുക്കുമ്പോൾ അത് പെർപെൻഡിക്കുലർ ആണോ? അല്ല, അത് പാരലൽ ലൈൻസ് അല്ലേ. പാരലൽ ലൈൻസ് ആകുമ്പോൾ അത് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആകുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് L1ഉം L2ഉം പെർപെൻഡിക്കുലർ ആണ്. L2ഉം L3യും പെർപെൻഡിക്കുലർ ആണ്. പക്ഷേ L3യും L1ഉം പെർപെൻഡിക്കുലർ അല്ല. അതുകൊണ്ട് അത് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി അതിലില്ല. അപ്പോൾ അതുകൊണ്ട് ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു ആർ സിമെട്രിക് മാത്രമാണ്, ആർ റിഫ്ലെക്സീവും അല്ല, അതുപോലെ തന്നെ ട്രാൻസിറ്റീവും അല്ല. അപ്പോൾ ഈ ചാപ്റ്ററിൽ കുറച്ചുകൂടി പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻസ് ആയിട്ട് എഴുതണേ. അതോടൊപ്പം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക്